കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പൊതുജനമധ്യത്തിൽ അപമാനിച്ചു വിട്ട പുള്ളിലെ തായാട്ട് കൊച്ചുവേലായുധൻ്റെ വീട്, ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. CPM ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 22-ന് തറക്കല്ലിട്ട് നിർമ്മാണം ആരംഭിച്ച വീടാണ് പൂർത്തിയാകുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 12-നാണ് പുള്ളിൽ കലുങ്ക് സംവാദത്തിനെത്തിയ സുരേഷ് ഗോപിയിൽ നിന്ന് പരിഹാസവും ആക്ഷേപവും ദുരനുഭവവും കൊച്ചുവേലായുധനുണ്ടായത്. സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയോടുള്ള പ്രതിഷേധമെന്നോണം നിരവധി ആളുകൾ നിർമ്മാണ സാമഗ്രികളും പണവും സംഭാവന ചെയ്തു. 3 മാസം തികയും മുമ്പേ 2 കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും വരാന്തയും ഉൾപ്പെടെ 600 ചതുരശ്രയടി വിസ്തീർണമുള്ള വീട് നിർമ്മാണം പൂർത്തിയാവുകയാണ്. നിലവിലുണ്ടായിരുന്ന ഓടുമേഞ്ഞ വീട് തെങ്ങ് വീണ് തകർന്നതിനെ തുടർന്ന് സമീപത്ത് ഷീറ്റ് മേഞ്ഞ കുടിലിലായിരുന്നു 2 വർഷമായി കൊച്ചുവേലായുധൻ്റെ കുടുംബം താമസിച്ചിരുന്നത്. കർഷക തൊഴിലാളിയാണ് വേലായുധൻ. പ്രദേശത്തെ BJP പ്രവർത്തകർ വീട്ടിൽ വന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചതനുസരിച്ചാണ് വീട് നിർമ്മാണത്തിന് അപേക്ഷയുമായി ആ അപേക്ഷ തയ്യാറാക്കി സുരേഷ് ഗോപിയെ കാണാനെത്തിയത്. വലിയ പ്രതീക്ഷയോടെയാണ് സുരേഷ് ഗോപിയെ കാണാൻ കൊച്ചുവേലായുധൻ പോയത്. എന്നാൽ സുരേഷ് ഗോപിക്ക് കൊടുത്ത അപേക്ഷ തുറന്നുപോലും നോക്കാതെ തിരികെ നൽകി. ഇതൊന്നും എൻ്റെ പണിയല്ല എന്ന സുരേഷ് ഗോപിയുടെ മറുപടി കേട്ട് അപമാനിതനായി ആൾക്കൂട്ടത്തിനിടയിലൂടെ കൊച്ചുവേലായുധൻ തിരികെ പോകുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഈ സംഭവം അറിഞ്ഞ് തൊട്ടടുത്ത ദിവസം കൊച്ചുവേലായുധൻ്റെ വീട്ടിലെത്തിയ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വീട് നിർമ്മിച്ച് നൽകുമെന്ന് ഉറപ്പ് നൽകി. അടുത്ത ദിവസം പഴയ വീട് പൊളിച്ചുമാറ്റി പണിയും തുടങ്ങി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ വീട് കൊച്ചുവേലായുധന് കൈമാറും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സിനിമാ നടനിൽ നിന്ന് പക്വതയുള്ള രാഷ്ട്രീയക്കാരനിലേക്കുള്ള ദൂരം ഇനിയും താണ്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സമീപകാല വാക്കുകളും പ്രവൃത്തികളും അങ്ങനെയാണ് തെളിയിക്കുന്നത്. എതിരാളികളെ ഊളകൾ എന്ന് പോലും വിളിക്കുന്നു. ഒരു കേന്ദ്രമന്ത്രിയുടെ, ഒരു ജനപ്രതിനിധിയുടെ വായിൽ നിന്ന് വീഴേണ്ട വാക്കുകളാണോ ഇത്? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ചേരുന്നതല്ല ഈ പദപ്രയോഗങ്ങൾ. സ്വന്തം ജില്ലയിൽ, അതായത് തിരുവനന്തപുരത്ത് എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ടെന്നോ ലോക്സഭാ മണ്ഡലങ്ങളുണ്ടെന്നോ, എന്തിനധികം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്ര വാർഡുകളുണ്ടെന്ന് പോലും സുരേഷ് ഗോപിക്ക് അറിയില്ല. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്ന് അങ്ങനെയാണ് അത് കേട്ടവർ മനസ്സിലാക്കുന്നത്. ഇത് ലജ്ജാവഹമാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ അത് കഴിവില്ലായ്മയുടെ സാക്ഷ്യപത്രമാണ്. സുരേഷ് ഗോപിയെ പോലുള്ളവരെ വോട്ട് നൽകി തിരഞ്ഞെടുക്കുന്നവരെ വേണം ആദ്യം പറയാൻ. BJP പിന്നെ ഇതും കാണിക്കും, ഇതിനപ്പുറവും കാണിക്കും. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ എന്ത് തറവേലയും അവർ കാണിക്കും. അവരെന്നല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയും. അതിൽ അത്ഭുതപ്പെടാനില്ല.